ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സ്നേഹ പ്രഗ്നൻ്റ് അല്ലെന്നും ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്നും ധനുഷ് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, നീ എനിക്കന്ന് തന്ന വാക്ക് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ കുഞ്ഞ് നഷ്ടമായപ്പോൾ ഇനിയും നമുക്ക് നിറയെ കുഞ്ഞുങ്ങളുണ്ടാകും എന്ന് പറഞ്ഞാ നീ എന്നെ സമാധാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നീ ഇപ്പം തന്നെ എനിക്കൊരു വാക്ക് തരണം, നീയും സ്നേഹയുമായിട്ട് അങ്ങനെ ഒരു ബന്ധവും ഉണ്ടാകില്ലെന്ന്. ഇത് കേൾക്കുന്ന ധനുഷ് മനസ്സോടെ അവന്തികയ്ക്ക് സത്യം ചെയ്തു കൊടുക്കുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് അർച്ചന അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവർ കാണുന്നതിന് മുമ്പ് തന്നെ അർച്ചന മറഞ്ഞു നിൽക്കുകയും മുറിയിലേക്ക് പോവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയെയാണ്. എന്നാലും എന്തിനായിരിക്കും ധനുഷ് അവന്തികേട്ടത്തിക്ക് സത്യം ചെയ്തു കൊടുത്തത്? എന്താ കാര്യമെന്ന് കേൾക്കാനും സാധിച്ചില്ല. എന്താണെങ്കിലും ഒന്നും ഇല്ലാതെ ഇല്ലെന്നും ഒക്കെ തന്നെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അർച്ചന. അതേസമയം സച്ചി അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ എൻ്റെ ഭാര്യ വലിയൊരു ആലോചനയിലാണല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അത് സച്ചേട്ടനും കൂടി അറിയേണ്ട കാര്യമാണെന്ന് അർച്ചന പറയുന്നു. എന്താടോ എന്ത് പറ്റിയെന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അത് പിന്നെ സച്ചിയേട്ടാ, ഇതുവരെ സ്നേഹയും ധനുഷും തമ്മിൽ ഒരു ദാമ്പത്യബന്ധം തുടങ്ങിയിട്ടില്ലെന്നാ അവൾ പറഞ്ഞത്. അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതുപോലെ. അന്ന് ധനുഷിനെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ധനുഷിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നല്ലോ. അയാളുടെ നമ്പർ കിട്ടാനോ അല്ലെങ്കിൽ അയാളെ കാണാനോ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, അതിനെന്താടോ, അയാളുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, നാളെ തന്നെ നമുക്ക് പോയി കാണാം. ഇത് കേൾക്കുന്ന അർച്ചനയ്ക്ക് സമാധാനമാവുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചന ധനുഷിന്റെ സുഹൃത്തായ സൂരജിനെ കാണാനായി പോകുന്നതാണ്. ധനുഷിന് മുമ്പ് എന്തെങ്കിലും പ്രണയബന്ധമുണ്ടായിരുന്നോ അതറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് അർച്ചന പറയുമ്പോൾ എന്തോ ഒന്നുണ്ടായിരുന്നെന്നും പക്ഷേ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ലെന്നും സൂരജ് പറയുന്നു. അവന്തികയുടെ ഫോട്ടോയൊക്കെ അർച്ചന കാണിക്കുന്നുണ്ടെങ്കിലും സൂരജിന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. കൂടുതലായി എന്തെങ്കിലും അറിയാൻ വല്ല വഴിയുമുണ്ടോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ മറ്റേതെങ്കിലും സുഹൃത്തുക്കളെ കണ്ട് സംസാരിച്ചു നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ധനുഷ് അവിടെ നിന്ന് പോകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ടെറസിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവന്തികയാണ്. അതേസമയം അർച്ചന അവന്തികയുടെ പിന്നിൽ ചെന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് തിരിയുന്ന അവന്തിക പറയുകയാണ്, നീ എന്താടി ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിയാണോ രാത്രി ഇങ്ങനെ വന്നു നിൽക്കുന്നത്? കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. നിങ്ങൾ സ്നേഹിക്കും ധനുഷിനും ഇടയിൽ ഒരു വിലങ്ങ് തടിയെ നിൽക്കുന്നത് എന്താണെന്ന് എനിക്കിപ്പോൾ അറിയാമെന്ന് അർച്ചന പറയുമ്പോൾ ഒരു ഞെട്ടലോടെ അർച്ചനയെ നോക്കുകയാണ് അവന്തിക. ഇപ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടായി ഞെട്ടലുണ്ടല്ലോ, അത് തന്നെ ധാരാളമാണ് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ. നീ ചുമ്മാ പിച്ചുമ്പയും പറയാതെ പോകാൻ നോക്കാൻ അവന്തിക പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഇത് തന്നെ ആ സൂരജും പറഞ്ഞത്. അത് ആരാണെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, ധനുഷിൻ്റെ സുഹൃത്താണ്. ധനുഷും ഏതോ ഒരു പെണ്ണും തമ്മിൽ വല്ല പ്രേമത്തിലായിരുന്നെന്നും ആ പെണ്ണ് നിങ്ങളാണെന്നുള്ള സത്യവും സൂരജ് എന്നോട് പറഞ്ഞു. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ അർച്ചനയെ നോക്കുകയാണ്. നിങ്ങളുടെ കാമുകനായിരുന്നു ധനുഷ്. നിങ്ങളുടെ കാമുകനെ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയല്ലേ നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അവൻ സ്നേഹയെ വിവാഹം കഴിച്ചു. അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇത്രയും നാളും നിങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്ന ഒരുത്തൻ പെട്ടെന്ന് കൈവിട്ടു പോയപ്പോൾ നിങ്ങൾ അങ്ങ് തകർന്നു പോയി. അതുകൊണ്ടല്ലേ അവരിപ്പോഴും പൂർണ്ണമായി ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാത്തത്. അവർക്കിടയിലെ പ്രശ്നം നിങ്ങളാണെന്ന് ധനുഷ് എന്നോട് പറഞ്ഞിട്ടില്ല. സ്നേഹയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയുകയുമില്ല. തുടർന്ന് അവന്തിക പറയുകയാണ്, എന്നാലേ നിന്റെ അന്വേഷണമെല്ലാം ശരി തന്നെയാ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു. നിനക്കിപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? അവൻ സ്നേഹയെ വിവാഹം കഴിച്ചതേ എനിക്ക് തീരെ അങ്ങ് സഹിച്ചില്ല. എനിക്ക് മുകളിൽ അവന് വളരാൻ എന്താണെങ്കിലും ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് എന്താണെങ്കിലും അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാനും പോകുന്നില്ല. പിന്നെ ഈ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾ പറഞ്ഞതെല്ലാം എൻ്റെ മനസ്സിൽ തന്നെ വെക്കുകയാണ്. അധികം വൈകാതെ തന്നെ അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ അവരുടെ ശാന്തി മുഹൂർത്തം നടത്തുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് അർച്ചന പറയുമ്പോൾ അർച്ചനയുടെ കഴുത്തിൽ കയറി പിടിക്കുകയാണ് അവന്തിക. പെട്ടെന്ന് സ്നേഹ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. സ്നേഹയെ കണ്ടയുടൻ തന്നെ അവന്തിക മാറി നിൽക്കുന്നു. ഞങ്ങൾ നിന്റെ കാര്യം തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് അവന്തിക പറയുമ്പോൾ എന്തെങ്കിലും കുറ്റമായിരിക്കുമെന്ന് സ്നേഹ പറയുന്നു. ഞാൻ ഏട്ടത്തിയെ തിരക്കിയാണ് വന്നത്. ഏട്ടത്തി ഇങ്ങോട്ടേക്ക് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അർച്ചനയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് സ്നേഹ. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന അവന്തികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.